ഇന്ന് ദിവസം 79. ഇന്നത്തെ വചനഭാഗങ്ങൾ സംഖ്യ അദ്ധ്യായം 34, നിയമാവർത്തനം അദ്ധ്യായം 33, സങ്കീർത്തനങ്ങൾ 120. സംഖ്യ അദ്ധ്യായം 34. കാനാൻ ദേശം അതിരുകൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നതും ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്നതുമായ കാനാൻ ദേശത്തിൻ്റെ അതിരുകൾ ഇവയാണ്. തെക്കേ അതിര് ഏദോമിൻ്റെ അതിർത്തിയിലുള്ള സീൻ മരുഭൂമിയായിരിക്കും. കിഴക്ക് ഉപ്പുകടലിൻ്റെ അറ്റത്തായിരിക്കും അത് ആരംഭിക്കുക. അവിടെ നിന്ന് തെക്കോട്ട് അക്രബീം ചരിവിലേക്ക് തിരിഞ്ഞ് സീൻ മരുഭൂമി കടന്ന് തെക്കുള്ള കാദേശ് ബർണായിലും അവിടെ നിന്ന് തിരിഞ്ഞ് അസാർ, അദ്ദാർ, ഹംസോൺ എന്നിവ കടന്ന് ഈജിപ്തിലെ അരുവിക്ക് നേരെ തിരിഞ്ഞ് കടലിൽ ചെന്ന് അത് അവസാനിക്കും. പടിഞ്ഞാറേ അതിർത്തി മഹാസമുദ്രവും അതിൻ്റെ തീരവുമായിരിക്കും. നിങ്ങളുടെ വടക്കേ അതിര് മഹാസമുദ്രം മുതൽ ഹോർമല വരെയും അവിടെ നിന്ന് ഹമാത്തിൻ്റെ കവാടത്തിലൂടെ സെദാദ് വരെയും അവിടെ നിന്ന് സിഫ്രോൻ കടന്ന് ഹസാർ ഏനാൻ വരെയുമാണ്. കിഴക്കേ അതിര് ഹസാർ ഏനാനിൽ ആരംഭിച്ച് ഷെഫാമിലൂടെ താഴോട്ട് ആയിൻ്റെ കിഴക്ക് റിബ്ല വരെ എത്തി. വീണ്ടും താഴോട്ടിറങ്ങി കിഴക്ക് കിന്നരേത്ത് കടലിൻ്റെ കിഴക്കേ തീരത്തെത്തി ജോർദാൻ വഴി ഉപ്പുകടലിൽ അവസാനിക്കും. ഇവയായിരിക്കും അതിരുകൾ. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ 9 ഗോത്രങ്ങൾക്ക് കൊടുക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ കുറിയിട്ട് അവകാശപ്പെടുത്തേണ്ടതുമായ ദേശം ഇതാണ്. റൂബൻ, ഗാദ് ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രങ്ങളും ജോർദാനിക്കരെ ജെറീക്കോയുടെ കിഴക്കുവശത്ത് അവകാശം സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, പുരോഹിതൻ എലയാസറും നൂനിൻ്റെ മകൻ ജോഷിയുമാണ് നിങ്ങൾക്ക് ദേശം അവകാശമായി വിഭജിച്ചു തരേണ്ടത്. അവരോടൊപ്പം ഓരോ ഗോത്രത്തിലും നിന്ന് ഓരോ നേതാവിനെ തിരഞ്ഞെടുക്കണം. താഴെ പറയുന്നവരാണ് അവർ: യൂദാ ഗോത്രത്തിൽ നിന്ന് യെഫുന്നയുടെ മകൻ കാലെബ്, ശിമയോൻ ഗോത്രത്തിൽ നിന്ന് അമ്മിഹൂദിൻ്റെ മകൻ ഷെമുവേൽ, ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് കിസ്ലോൻ്റെ മകൻ എലീദാദ്, ദാൻ ഗോത്രത്തിൽ നിന്ന് യൊഗ്ലിയുടെ മകൻ ബുക്കി. ജോസഫിൻ്റെ പുത്രന്മാരിൽ മനാസയുടെ ഗോത്രത്തിൽ നിന്ന് എഫോദിൻ്റെ മകൻ ഹനിയേൽ, എഫ്രായിം ഗോത്രത്തിൽ നിന്ന് ഷിഫ്താൻ്റെ മകൻ കെമുവേൽ, സെബുലോൺ ഗോത്രത്തിൽ നിന്ന് പർനാക്കിൻ്റെ മകൻ എലീസാഫാൻ, ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് അസാൻ്റെ മകൻ പൽത്തിയേൽ, ആഷേർ ഗോത്രത്തിൽ നിന്ന് ഷെലോമിയുടെ മകൻ അഹിഹൂദ്, നഫ്താലി ഗോത്രത്തിൽ നിന്ന് അമ്മിഹൂദിൻ്റെ മകൻ പെദാഹേൽ. ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശത്ത് അവകാശം ഭാഗിച്ചു കൊടുക്കുന്നതിന് കർത്താവ് നിയമിച്ചത് ഇവരെയാണ്. നിയമാവർത്തനം അദ്ധ്യായം 33. മോശയുടെ ആശീർവാദം. ദൈവപുരുഷനായ മോശ തൻ്റെ മരണത്തിനു മുൻപ് ഇസ്രായേൽ ജനത്തിന് നൽകിയ അനുഗ്രഹമാണിത്. അവൻ പറഞ്ഞു, കർത്താവ് സീനായിൽ നിന്ന് വന്ന് നമുക്കായി സേറിൽ നിന്ന് ഉദിച്ച് പാരാൻ പർവ്വതത്തിൽ നിന്ന് പ്രകാശിച്ചു. വിശുദ്ധരുടെ 10,000 വന്നു. നമുക്കായി അവിടുത്തെ വലതുഭാഗത്തു നിന്ന് ജ്വലിക്കുന്ന നിയമം പുറപ്പെട്ടു. അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിച്ചു. തൻ്റെ വിശുദ്ധരെല്ലാവരും അവിടുത്തെ കരങ്ങളിലായിരുന്നു. അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനം അവർ ഗ്രഹിച്ചു. മോശ നമുക്ക് നിയമം നൽകി. യാക്കോബിന് പിതൃസ്വത്താണത്. ഇസ്രായേൽ ഗോത്രങ്ങളും ജനത്തിൻ്റെ തലവന്മാരും ഒരുമിച്ച് കൂടിയപ്പോൾ യെഷ്റൂണിൽ കർത്താവായിരുന്നു രാജാവ്. റൂബൻ ജീവിക്കട്ടെ, അവൻ മരിക്കാതിരിക്കട്ടെ, എന്നാൽ അവൻ്റെ സംഖ്യ പരിമിതമായിരിക്കട്ടെ. യൂദായെ ഇപ്രകാരം അനുഗ്രഹിച്ചു: കർത്താവേ, യൂദായുടെ സ്വരം ശ്രവിക്കണമേ. അവനെ തൻ്റെ ജനത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരണമേ. അങ്ങയുടെ കരം അവനെ സംരക്ഷിക്കട്ടെ. അവൻ്റെ ശത്രുക്കൾക്കെതിരെ അങ്ങ് അവന് തുണയായിരിക്കണമേ. ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞു, അങ്ങയുടെ തുമ്മീമും ഉറീമും അങ്ങയുടെ വിശ്വസ്തന് നൽകണമേ. അവനെയാണ് അങ്ങ് മാസായിൽ വെച്ച് പരീക്ഷിച്ചത്. അവനുമായാണ് മെരീബ ജലാശയത്തിങ്കൽ വെച്ച് അങ്ങ് ഏറ്റുമുട്ടിയത്. നിങ്ങളെ ഞാൻ അറിയില്ലെന്ന് അവൻ തൻ്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞു. സഹോദരരെ അവൻ അംഗീകരിച്ചില്ല, സ്വന്തം മക്കളെ സ്വീകരിച്ചുമില്ല. അവർ അവിടുത്തെ വാക്കുകൾ അനുസരിച്ച് അവിടുത്തെ ഉടമ്പടി പാലിച്ചു. അവർ യാക്കോബിനെ അവിടുത്തെ നീതിവിധികൾ പഠിപ്പിക്കും, ഇസ്രായേലിനെ അവിടുത്തെ നിയമവും. അവർ അവിടുത്തെ സന്നിധിയിൽ ധൂപമർപ്പിക്കും, അവിടുത്തെ ബലിപീഠത്തിന്മേൽ ദഹനബലികളും. കർത്താവെ, അവനെ അനുഗ്രഹിച്ച് സമ്പന്നനാക്കണമേ. പ്രയത്നങ്ങളെ ആശീർവദിക്കണമേ.
അവൻ്റെ ശത്രുവിൻ്റെയും അവനെ വെറുക്കുന്നവൻ്റെയും നടുപൊടിക്കണമേ. അവർ എഴുന്നേൽക്കാതിരിക്കട്ടെ. ബെഞ്ചമിനെക്കുറിച്ച് അവൻ പറഞ്ഞു, കർത്താവിന് പ്രിയപ്പെട്ടവൻ, അവിടുത്തെ സമീപത്ത് അവൻ സുരക്ഷിതനായി വസിക്കുന്നു. അവിടുന്ന് എല്ലായ്പ്പോഴും അവനെ വലയം ചെയ്യും. അവിടുത്തെ ചുമലുകളുടെ ഇടയിൽ അവൻ വാസമർപ്പിക്കും. ജോസഫിനെക്കുറിച്ച് അവൻ പറഞ്ഞു, അവൻ്റെ ദേശം കർത്താവിനാൽ അനുഗ്രഹീതമാകട്ടെ. ആകാശത്തു നിന്ന് വിശിഷ്ടമായ മഞ്ഞ്, അഗാധതയിൽ നിന്നുള്ള ഉറവ, സൂര്യപ്രകാശത്തിൽ വിളയുന്ന നല്ല ഫലങ്ങൾ, മാസത്തോറും ലഭിക്കുന്ന വിശിഷ്ട വിഭവങ്ങൾ, പ്രാചീന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠദാനങ്ങൾ, ശാശ്വത ശൈലങ്ങളുടെ അമൂല്യ നിക്ഷേപങ്ങൾ, ഭൂമിയിലെ നല്ല വസ്തുക്കൾ, അവയുടെ സമൃദ്ധി എന്നിവ കൊണ്ട് മുൾപ്പടർപ്പിൽ വസിക്കുന്നവൻ്റെ പ്രസാദം ജോസഫിൻ്റെ ശിരസിൽ സഹോദരന്മാർക്കിടയിൽ പ്രഭുവായിരുന്നവൻ്റെ നെറുകയിൽ വരുമാറാകട്ടെ. അവൻ്റെ കരുത്ത് കടിഞ്ഞൂൽക്കൂറ്റിൻ്റേത്, അവൻ്റെ കൊമ്പുകൾ കാട്ടുപോത്തിൻ്റേത്. ആ കൊമ്പുകൾ കൊണ്ട് അവൻ ജനതകളെയെല്ലാം ഭൂമിയുടെ അതിർത്തിയിലേക്ക് തള്ളിമാറ്റും. അവരാണ് എഫ്രായിമിൻ്റെ 10,000, അവരാണ് മനാസയുടെ 1000. സെബുലൂണിനെക്കുറിച്ച് അവൻ പറഞ്ഞു, സെബുലൂൺ, നീ നിന്റെ പ്രയാണത്തിൽ സന്തോഷിച്ചാലും, ഇസാക്കർ, നീ നിന്റെ കൂടാരത്തിലും. അവർ ജനതകളെ പർവ്വതത്തിലേക്ക് വിളിക്കും, അവിടെ അവർ നീതിയുടെ ബലികൾ അർപ്പിക്കും. അവർ സമുദ്രങ്ങളുടെ സമുദ്രം വലിച്ചു കുടിക്കും, മണലിലെ നിഗൂഢ നിക്ഷേപങ്ങളും. ഗാദിനെക്കുറിച്ച് അവൻ പറഞ്ഞു, ഗാദിൻ്റെ അതിർത്തി വിസ്തൃതമാക്കുന്നവൻ അനുഗ്രഹീതൻ. ഗാദ് ഒരു സിംഹത്തെ പോലെ വസിക്കുന്നു. അവൻ ഭുജമൂർധാവിനോട് കൂടെ വലിച്ചു കീറുന്നു. അവൻ നാടിൻ്റെ ഏറ്റവും നല്ല ഭാഗം സ്വന്തമാക്കി. അവിടെയാണ് നേതാവിൻ്റെ ഓഹരി നിക്ഷിപ്തമായിരുന്നത്. അവൻ ജനനേതാക്കളോടൊത്തു വന്നു കർത്താവിൻ്റെ നീതി നടപ്പിലാക്കി. ഇസ്രായേലിൽ അവിടുത്തെ കൽപ്പനകളും നീതിവിധികളും. ദാനിനെക്കുറിച്ച് അവൻ പറഞ്ഞു, ദാൻ ഒരു സിംഹക്കുട്ടിയാണ്, അവൻ ബാഷാനിൽ നിന്ന് കുതിച്ചു ചാടുന്നു. നഫ്താലിയെക്കുറിച്ച് അവൻ പറഞ്ഞു, നഫ്താലി പ്രസാദത്താൽ സംതൃപ്തൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സമ്പൂർണ്ണൻ. കടലും ദക്ഷിണദിക്കും നീ കൈവശമാക്കുക. ആഷേറിനെക്കുറിച്ച് അവൻ പറഞ്ഞു, പുത്രന്മാരിൽ ഏറ്റവും അനുഗ്രഹീതൻ ആഷേറായിരിക്കട്ടെ, സഹോദരന്മാരിൽ പ്രിയങ്കരനും. അവൻ തൻ്റെ പാദങ്ങൾ എണ്ണയിൽ കഴുകട്ടെ. നിന്റെ ഓടാമ്പലും ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസ്സോളം നിന്റെ ശക്തിയും. യശ്രൂൺ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം, താങ്ങാൻ ശാശ്വത ഹസ്തങ്ങൾ. അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും. സംഹരിക്കൂ, അവിടുന്ന് പറയും. ഇസ്രായേൽ സുരക്ഷിതനായി വസിക്കും. യാക്കോബിൻ്റെ സന്തതികൾ ധാന്യവും വീഞ്ഞുമുള്ള നാട്ടിൽ തനിച്ചു പാർക്കും. ആകാശം മഞ്ഞുപൊഴിക്കും. ഇസ്രായേലെ, നീ ഭാഗ്യവാൻ. നിന്നെ സഹായിക്കുന്ന പരിചയും നിന്നെ മഹത്വമണിയിക്കുന്ന വാളും ആയ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട നിന്നെപ്പോലെ മറ്റേത് ജനതകളാണുള്ളത്? ശത്രുക്കൾ നിന്നെ വഞ്ചിക്കാൻ ശ്രമിക്കും, എന്നാൽ നീ അവരുടെ ഉന്നത സ്ഥലങ്ങൾ ചവിട്ടിമെതിക്കും. സങ്കീർത്തനങ്ങൾ 120. വഞ്ചകരിൽ നിന്ന് രക്ഷിക്കണമേ. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എനിക്കുത്തരമരുളും. കർത്താവെ, വ്യാജം പറയുന്ന അധരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. വഞ്ചന നിറഞ്ഞ നാവേ, നിനക്ക് എന്ത് ലഭിക്കും? ഇനിയും എന്ത് ശിക്ഷയാണ് നിനക്ക് നൽകുക? ധീരയോദ്ധാവിൻ്റെ മൂർച്ചയുള്ള അസ്ത്രവും ചുട്ടുപഴുത്ത കനലും തന്നെ. മേഷേക്കിൽ വസിക്കുന്നതുകൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നതുകൊണ്ടും എനിക്ക് ദുരിതം. സമാധാനദേശികളോടുകൂടെയുള്ള വാസം എനിക്ക് മടുത്തു. ഞാൻ സമാധാനത്തിന് വേണ്ടി വാദിക്കുന്നു, എന്നാൽ അവർ യുദ്ധത്തിനൊരുങ്ങുന്നു.